എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അധികാരം 97 മാനം എന്നതിലെ 6ാമത്തെ കുറിലുകൾ തൊട്ട് നമുക്ക് നോക്കാം. പുകഴിൻഡാൽ പുത്തേണാട്ടൊയ്യാതാൽ എൻമറ്റ് കഴ്വാർപിൻ ചെൻഡു നിലൈ. പുകഴിൻഡാൽ പുത്തേണാട്ടൊയ്യാതാൽ എൻമറ്റ് കഴ്വാർപിൻ ചെൻഡു നിലൈ. പുകഴില്ല സ്വർഗവുമില്ല മറ്റെന്തുണ്ടാം ഇകഴ്വോരെ പിൻപറ്റി നിന്നാൽ. പുകഴില്ല സ്വർഗവുമില്ല മറ്റെന്തുണ്ടാം ഇകഴ്വോരെ പിൻപറ്റി നിന്നാൽ. ഇകഴ്വാർപ്പിൻ എന്ന് പറഞ്ഞാൽ തന്നെ എപ്പോഴും ഇകഴ്ത്തുകയും അപമാനിക്കുകയും ചെയ്യുന്നവരുടെ പിന്നാലെ. ചെൻഡു നിലൈ ഒരുവൻ മാനം വെടിഞ്ഞ് ചെന്നു നിൽക്കുന്ന നിൽപ്പ്. പുകഴിൻഡു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ പ്രശസ്തിയൊന്നും ഉണ്ടാക്കുന്നില്ല. പൂത്തേൾനാട്ടോ സ്വർഗലോകത്തിലും ഉയ്യാതോ അത് നൽകുന്നില്ല. മറ്റു എന്ന് പറഞ്ഞാൽ പിന്നെ. സ്വന്തം അഭിമാനം വെടിഞ്ഞ് തന്നെ നിന്ദിക്കുന്നവരെ എന്തെങ്കിലും ഒരു ഗതികേടു കാരണം ആശ്രയിച്ച് ഓച്ഛാനിച്ചു നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. വല്ലാത്തൊരു ദുരവസ്ഥ തന്നെയാണത്. ഉള്ള കീർത്തി കൂടി നശിക്കുമെന്നല്ലാതെ അതുകൊണ്ട് മറ്റൊരു ഗുണവും ഉണ്ടാകുന്നില്ല. അധമന്മാരെ ആശ്രയിക്കുകയാൽ സ്വർഗവും നിഷേധിക്കപ്പെടും. ഇഹത്തിലും പരത്തിലും അപമാനം മാത്രമായിരിക്കും ഫലം. അപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ തരം താഴുന്നത് എന്നാണ് തിരുവള്ളുവരുടെ ചോദ്യം. അപ്പോൾ സ്വന്തം അഭിമാനം കളഞ്ഞിട്ട് അവനവനെ തന്നെ നമ്മളെ തന്നെ നിന്ദിക്കുന്ന ആളുകളെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് ഗതികേട് കൊണ്ട് ആശ്രയിക്കേണ്ടി വന്നാൽ, അവരുടെ മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കേണ്ടി വന്നാലുള്ള ഒരവസ്ഥ വല്ലാത്തൊരു ദയനീയത തന്നെയാണ് എന്നാണ് പറയുന്നത്. വല്ലാത്ത ദുരവസ്ഥ കൂടിയാണത്. ഉള്ള കീർത്തി നശിക്കും അതല്ലാതെ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. നമ്മളെ കുറ്റം പറയുന്നവർ നമ്മളൊരിക്കലും സഹായിക്കില്ല. നമ്മൾ പിന്നെ എന്തെങ്കിലും ഗതികേട് കൊണ്ടായിരിക്കും അവരുടെ അടുത്ത് നിന്ന് കൈ നീട്ടാനോ ഓച്ഛാനിച്ച് നിൽക്കാനൊക്കെ പോണത്. അതൊന്നും നല്ലതല്ല. അധമന്മാരെ ആശ്രയിച്ചാൽ നമുക്ക് സ്വർഗവും നിഷേധിക്കപ്പെടും. അതായത് ഈ ലോകത്തും പരലോകത്തും നമുക്ക് അപമാനം മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ തരം താഴുന്നത്? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളെ വല്ലാതെ ഇകഴ്ത്തുന്ന ഒരാളെ ആശ്രയിച്ച് നമ്മൾ ചെല്ലരുത്. ഒട്ടാർപിൻ ചെൻഡൊരുവൻ വാഴ്തലിൻ അന്നിലയെ കെട്ടാൻ എനപ്പെടുതൽ നൻഡു. ഒട്ടാർപിൻ ചെൻഡൊരുവൻ വാഴ്തലിൻ അന്നിലയെ കെട്ടാൻ എനപ്പെടുതൽ നൻഡു. നിന്ദിപ്പോരെ താങ്ങി വാഴ്വതേക്കാൾ ഭേദം നിന്ന നിൽപ്പിൽ തന്നെ മരണം. നിന്ദിപ്പോരെ താങ്ങി വാഴ്വതേക്കാൾ ഭേദം നിന്ന നിൽപ്പിൽ തന്നെ മരണം. ഒട്ടാർപിൻ തന്നെ സദാ നിന്ദിക്കുന്നവരുടെ പിന്നാലെ. ചെൻഡു പോയിട്ട്. ഒരുവൻ എന്ന് പറഞ്ഞാൽ ഒരാൾ. വാഴ്തലിൻ ഒരുത്തൻ ജീവിക്കുന്നതിനേക്കാൾ. അന്നിലയെ അതേ നിലയിൽ തന്നെ. കെട്ടാൻ എനപ്പെടുതൽ മരിച്ചുപോയി എന്നതാണ്. നൻഡു നല്ലത്. എന്തിനും ഏതിനും തന്നെ അപമാനിക്കുന്ന ഒരാളെ ആശ്രയിച്ച് അവൻ എറിഞ്ഞു കൊടുക്കുന്ന ഔദാര്യത്തിൽ ഓരോ നിമിഷവും മരിച്ചു ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് നിന്ന നിലയിലുള്ള ആ മരണം. വീരമരണം എന്നതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പം നമുക്ക് എപ്പോഴും നമ്മളെ അപമാനിക്കുന്ന ഒരാളെ ആശ്രയിച്ച് അയാൾ എറിഞ്ഞു തരുന്ന ചെറിയ ചെറിയ ഔദാര്യങ്ങൾ ഒക്കെ സ്വീകരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അങ്ങനെ അപ്പോൾ നമ്മൾ ഓരോ നിമിഷവും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലും ഭേദമാണ് നിന്ന നിലയിൽ തന്നെ മരിച്ചു പോകുന്നത്. അപമാനെങ്കിലും നമുക്ക് കാക്കാമല്ലോ. ഒരുപാട് കാലം ഇങ്ങനെ ഉള്ള ആളുകളുടെ പിന്നാലെ നടന്ന് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നിന്ന നിലയിൽ മരിച്ചു പോകുന്നതാണ് എന്നാണ് പറയുന്നത്. മരുന്തോ മറ്റു നോമ്പും വാഴ്ക്കൈ പെരുന്ത കൈമൈ പീഡഴിയ വந்த വിടത്തു. മരുന്തോ മറ്റു നോമ്പും വാഴ്ക്കൈ പെരുന്ത കൈമൈ പീഡഴിയ വந்த വിടത്തു. ദേഹത്തെ നിലനിർത്തും ഔഷധമോ മാനം പോയാലും വാഴുന്ന വാഴ്വ്. ദേഹത്തെ നിലനിർത്തും ഔഷധമോ മാനം പോയാലും വാഴുന്ന വാഴ്വ്. പെരുന്ത കൈമൈ ഉയർന്ന കുലത്തിൽ ജനിച്ച അഭിമാനി. പീഡ് മാനം. അഴിയ വந்த വിടത്തു കെട്ടുപോയാൽ പിന്നെ. നോമ്പും മരിക്കാത്ത എന്നാൽ ഒരു പ്രയോജനവുമില്ലാത്ത ദേഹത്തെ നിലനിർത്തുന്ന.
വാഴ്ക്കൈ ജീവിതം, മരുന്തോ എന്ന് പറഞ്ഞാൽ ഔഷധമാണോ? മാനികളെ സംബന്ധിച്ചിടത്തോളം ജീവനല്ല പ്രധാനം, അഭിമാനം തന്നെയാണ്. മാനം പോയാൽ പിന്നെ മരിച്ചതിന് സമമാണ്. കുലജാതന്മാരുടെ തത്വശാസ്ത്രം അതാണ്. എന്നാൽ എത്ര കണ്ട് മാനം കെട്ടാലും പിന്നെയും ദേഹം നിലനിർത്താൻ വേണ്ടി പെടാപ്പാട് പെടുന്നവരുണ്ട്. ദേഹം ജീർണിക്കാതെ നോക്കുന്ന ഒരു ഔഷധം എന്നതിൽ കവിഞ്ഞ പ്രസക്തിയൊന്നും അങ്ങനെയുള്ള ഒരു ജീവിതത്തിന് കാണാൻ പറ്റില്ല. കാരണം മാനം പോയതോടെ പ്രാണനും പോയി കഴിഞ്ഞു. പിന്നെയുള്ളത് ശവം പോലുള്ള ശരീരം മാത്രം. ആ ശരീരത്തെ ജീർണിക്കാതെ നിലനിർത്തുക എന്നത് മാത്രമാണ് തുടർന്നുള്ള ജീവിതം കൊണ്ട് സാധിക്കുന്നത്. മാനം പോയ കാരണം, അതായത് ഒരൗഷധത്തിൻ്റെ സ്ഥാനമേയുള്ളൂ പിന്നത്തെ ജീവിതത്തിന്. മരണം എന്നുമുണ്ട്. മാനം പോകുമെന്ന അവസ്ഥയിൽ അങ്ങനെ നമ്മൾ മരിച്ചു പോകുമായിരിക്കും നല്ലത്. അതിനെ വീരമരണമായിട്ട് വാഴ്ത്തപ്പെടും. അതിപ്പോൾ നമ്മൾ ആത്മഹത്യ ഒന്നും അല്ല കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ മാനം ഇല്ലാതെ ജീവിക്കണേക്കാ ഭേദം ഈശ്വരൻ വിളിക്കുകയാണ് നല്ലത് എന്നുള്ളൊരു അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ മാനം പോയതിന് ശേഷം ഒരുപാട് കാലം ജീവിച്ച് ഇരിക്കണോണ്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. അല്ലാതെ ഇതൊന്നും ആരും മരിക്കണം എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല പറയണത്. മയിർ നീപ്പിൻ വാഴ കവരിമ അന്നാർ ഉയിർ നീപ്പർ മാനം വരിൻ. മയിർ നീപ്പിൻ വാഴ കവരിമ അന്നാർ ഉയിർ നീപ്പർ മാനം വരിൻ. മുടിയറ്റാൽ വാഴ കവരിമാനൊത്തവർ ഉയിർ വിടും മാനം വരിക്കാൻ. മുടിയറ്റാൽ വാഴ കവരിമാനൊത്തവർ ഉയിർ വിടും മാനം വരിക്കാൻ. മയിർ നീപ്പിൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ദേഹത്തുള്ള നിബിഡമായ രോമസംഘാതത്തിൽ നിന്ന് താനറിയാതെ ഒരൊറ്റ രോമം പൊഴിഞ്ഞു വീഴുമെങ്കിൽ, വാഴ തുടർന്ന് ഒരു നിമിഷം പോലും ജീവിക്കാത്ത കവരിമാവന്നാർ കവരിമാനിനെ പോലുള്ള അഭിമാനികൾ, മാനം വരിൻ ഉയിരിനേക്കാൾ വലുതാണ് മാനം എന്ന് തെളിയിക്കുന്ന അവസരം വരുമ്പോൾ മാനം വലുതാണ് എന്ന് കണ്ട് ഉയിർ നീപ്പർ പ്രാണൻ വെടിഞ്ഞു കളയുന്നു. കവരിമാൻ എന്ന് പറഞ്ഞാൽ ചമരിമാൻ വാലിനെയും വാലിലെ നിബിഡമായ ദീർഘരോമങ്ങളെയും അഭിമാന പ്രതീകമായി കാണുന്ന വിചിത്ര സ്വഭാവമുള്ള ഒരു മൃഗമാണ് എന്ന് കേട്ടിട്ടുണ്ട്. പാഞ്ഞോടുമ്പോൾ മരച്ചില്ലകളിലോ വള്ളിക്കുടിലുകളിലോ പാറമുനമ്പുകളിലോ മുള്ളിലോ മറ്റോ വാൽരോമങ്ങൾ ഉടക്കി ഗതി തടസ്സപ്പെടുകയും സ്വമേധയാ ഉള്ള സമ്മതം കൂടാതെ ഒരു മുടിയെങ്കിലും വാലിൽ നിന്ന് പറഞ്ഞു പോകാൻ ഇടയാവുകയും ചെയ്താൽ ആ കവരിമാൻ, ആ ചമരിമാൻ എന്നും പറയും, പിന്നെ മുന്നോട്ട് പോവുകയില്ല. നിന്ന നിൽപ്പിൽ അത് മരണം വരിക്കും. അത്രയേറെ അതിന് അഭിമാനബോധമുള്ള ഒരു മൃഗത്തെ പോലെയാണെന്ന് കറകളഞ്ഞ മനുഷ്യർ, അഭിമാനികളായിട്ടുള്ള മനുഷ്യർ. ഗത്യന്തരമില്ലാത്ത ഒരു ദുർഘട സന്ധിയിൽ അവർ മാനം പോകുമെന്ന് വന്നാൽ മാനം രക്ഷിക്കാൻ വേണ്ടി അവർ ജീവൻ വെടി, അതായത് ആത്മഹത്യ അല്ല പറയണത്, അവരുടെ ജീവൻ ശരീരം വേർപെടും. അവർ മാനം പോയിട്ട് അത്രയും നല്ല ആൾക്കാരെ ജീവിക്കില്ല. ഈശ്വരൻ തന്നെ അവരുടെ പ്രാണനെ എടുക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കവരിമാൻ ചമരിമാൻ എന്നൊക്കെ കേട്ടിട്ടില്ല, അതിനെയാണ് ഉപമിക്കണത്. അതിൻ്റെ വാലിലത്തെ മുടികളൊക്കെ പോയി കഴിഞ്ഞാൽ അത് തല തല്ലിച്ചാവും. അതൊക്കെ നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ പറയണത് കേട്ടിട്ടുണ്ടല്ലോ. അതാണ് ഇതിന് ഉപമ പറയണത്. അപ്പോൾ അതിൻ്റെ ഇഷ്ടത്തോടെ അല്ലാതെ ഇപ്പോൾ കാട്ടിൽ കൂടെ നടക്കുമ്പോൾ ഓടുമ്പോഴൊക്കെ മരച്ചില്ലകളിലൊക്കെ കൊണ്ടിട്ട് അതിൻ്റെ മുടി പറഞ്ഞു പോവുകയാണെന്ന് വെച്ചെങ്കിൽ അത് ജീവൻ വെടിയും. അതുപോലെയാണ് ഈ അഭിമാനികളായിട്ടുള്ള ആൾക്കാർ. അവർ മാനം പോയെന്നറിയുമ്പോൾ അവരുടെ ഉയിരെന്നെ അവർ വിചാരിച്ചിട്ടാവില്ല, ദൈവം തന്നെ അവരുടെ ഉയിരെടുക്കും. അവർ അപമാനിതരായിട്ട് ജീവിക്കില്ല എന്നാണ് പറയണത്. ഇളിവരിൻ വാഴാത മാനം ഉടയ്യാർ ഒളിതൊഴുത്തേത്തും ഉലകു. ഇളിവരിൻ വാഴാത മാനം ഉടയ്യാർ ഒളിതൊഴുതേത്തും ഉലകു. നിലകെടിൽ വാഴാത്തൊരഭിമാനമുള്ളോരെ തൊഴുതു വാഴ്ത്തിയിടുമീ ലോകം. നിലകെടിൽ വാഴാത്തൊരഭിമാനമുള്ളോരെ തൊഴുതു വാഴ്ത്തിയിടുമീ ലോകം. ഇളിവരിൻ എന്ന് പറഞ്ഞാൽ അപമാനം സംഭവിച്ചു പോകുകയാണെങ്കിൽ, വാഴാത അത് സഹിക്കാൻ കഴിയാതെ തുടർന്ന് ജീവിക്കാതെ, മാനമുടയ്യാർ അഭിമാനികളുടെ ഒളി പ്രശസ്തിയെ ഉലക് ലോകം തൊഴുതേത്തും എക്കാലത്തും തൊഴുതു സ്തുതിക്കും. തൻ്റെ നിലയ്ക്കും വിലയ്ക്കും ഇടിവ് വന്ന് പ്രശസ്തിക്ക് കോട്ടം തട്ടി അഭിമാനം പോയ അവസ്ഥയിൽ
തുടർന്ന് അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ദൈവം തന്നെ, അതായത് അവർക്ക് എന്തെങ്കിലും അസുഖമൊക്കെ പെട്ടെന്ന് വന്ന് നിന്ന് നിൽപ്പിൽ തന്നെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ടൊക്കെ ആയിരിക്കാം അവർ വീരമരണം പ്രാപിക്കുന്ന അഭിമാനികളെ ലോകം എക്കാലത്തും വാഴ്ത്തുമെന്നാണ് പറയുന്നത്. ഒരു തരത്തിലും ആത്മഹത്യ അല്ല കേട്ടോ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഈ അഭിമാനികൾക്ക് അഭിമാനം നഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ മനസ്സിൻ്റെ ആ സമ്മർദ്ദം കൊണ്ടും പല അസുഖങ്ങളെ കൊണ്ടല്ല, ഈശ്വരൻ തന്നെ അവരെ നിന്ന് നിൽപ്പിൽ അവരുടെ ഉയിരെടുക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അധികാരം കഴിഞ്ഞു. നാളെ നമുക്ക് അധികാരം 98 പെരുമൈ മഹത്വം എന്ന് നോക്കാം.